ഹിസ്ബുള്ള മുൻ നേതാവ് ഹസൻ നസ്രല്ലയുടെ സംസ്കാര ചടങ്ങുകളിൽ ആയിരക്കണക്കിന് ആളുകളാണ് പങ്കെടുത്തത്. സെപ്റ്റംബറിലാണ് ബെയ്റൂട്ടിൽ വ്യോമാക്രമണത്തിൽ നസ്രല്ല കൊല്ലപ്പെട്ടത്. ലെബനൻ തലസ്ഥാനത്തിന് സമീപമാണ് സംസ്കാര ചടങ്ങുകൾ നടത്തിയതും. കറുത്ത വസ്ത്രം ധരിച്ച് ജനക്കൂട്ടം സ്റ്റേഡിയത്തിലേക്ക് ഒഴുകിയെത്തി. നസ്രല്ലയുടെ പിൻഗാമി ഹാഷിം സഫിയദീനും ജനങ്ങൾ ആദരാഞ്ജലി അർപ്പിച്ചു. ഹിസ്ബുള്ള മേധാവിയായി അധികാരമേൽക്കും മുമ്പ് തന്നെ ഹാഷിം സഫിയദീനെ ഇസ്രയേൽ കൊലപ്പെടുത്തിയിരുന്നു. ലബനനിലെ തീവ്ര ഷിയ ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പിന്റെ തലവനായിരുന്നു ഹസൻ നസ്രല്ല. മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും സ്വാധീനമുള്ള വ്യക്തികളിൽ ഒരാളായിരുന്നു. 50,000 പേരെ ഉൾക്കൊള്ളുന്ന കാമിൽ ചമോൺ സ്പോർട്സ് സിറ്റി സ്റ്റേഡിയത്തിലാണ് സംസ്കാര ചടങ്ങുകൾ നടത്തിയത്. സ്റ്റേഡിയത്തിലേക്ക് ജനക്കൂട്ടം ഒഴുകിയെത്തി. നസ്രല്ലയുടെ പ്രസംഗത്തിന്റെ ഭാഗങ്ങൾ സ്റ്റേഡിയത്തിൽ മുഴങ്ങി. ജനങ്ങൾ പ്രാർത്ഥന ഉരുവിടുകയും പതാക വീശുകയും ചെയ്തു. നേതാക്കളുടെ ചിത്രങ്ങളും ജനക്കൂട്ടം പിടിച്ചിട്ടുണ്ടായിരുന്നു. നിലവിലെ ഹിസ്ബുള്ളയുടെ മേധാവി നയീം ഖാസിം ജനക്കൂട്ടത്തെ ഓൺലൈൻ വീഡിയോയിലൂടെ അഭിവാദ്യം ചെയ്തു. രഹസ്യ സങ്കേതത്തിൽ നിന്നാണ് നയീം സംസാരിച്ചത്. ഹിസ്ബുള്ള ശക്തമാണെന്നും കീഴടങ്ങില്ലെന്നും നയീം ഖാസിം പറഞ്ഞു. ലക്ഷ്യത്തിനു വേണ്ടി എല്ലാം ത്യജിച്ച നസ്രല്ലയ്ക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കാര്യമെന്നാണ് സംസ്കാരത്തിൽ പങ്കെടുത്ത ഒരാൾ AFPയോട് പറഞ്ഞത്. കൊല്ലപ്പെടുന്നതിന് മുമ്പ് വർഷങ്ങളോളം നസ്രല്ല പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നില്ല. ഇസ്രയേൽ കൊലപ്പെടുത്തുമെന്ന ഭയം കൊണ്ടാണ് നസ്രല്ല പൊതു ഇടങ്ങളിൽ നിന്ന് മാറി നിന്നത്. നസ്രല്ലയ്ക്ക് ഇറാനുമായി വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു. ഇന്ന് കാണുന്ന നിലയിൽ ഹിസ്ബുള്ളയെ രാഷ്ട്രീയ സൈനിക വിഭാഗമാക്കി മാറ്റുന്നതിൽ നസ്രല്ല സുപ്രധാന പങ്കാണ് വഹിച്ചത്. ലെബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിലെ ദഹിയയിലാണ് 64-കാരനായ നസ്രല്ല കൊല്ലപ്പെട്ടത്. നസ്രല്ലയുടെ മരണാനന്തര ചടങ്ങുകൾ നടത്തുമ്പോൾ സ്റ്റേഡിയത്തിന് മുകളിലൂടെ ഇസ്രയേലിന്റെ ഫൈറ്റർ ജെറ്റുകൾ പറന്നതായി ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സ് എക്സിൽ കുറിച്ചു. ഇസ്രയേലിനെ തകർക്കാൻ ശ്രമിക്കുന്നവർക്കുള്ള വ്യക്തമായ സന്ദേശമാണിതെന്നും കാറ്റ്സ് എക്സിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു. അതിനിടെ മിഡിൽ ഈസ്റ്റിൽ സംഘർഷം നിലയ്ക്കുന്നില്ല. ഗാസ വെടിനിർത്തൽ കരാർ പോലും മേഖലയിൽ സമാധാനം കൊണ്ടുവന്നിട്ടില്ല. തുടർച്ചയായ വെടിനിർത്തൽ ലംഘനം അതിസങ്കീർണമായ നിലയിലേക്ക് വീണ്ടും ഇസ്രയേൽ ഹമാസ് യുദ്ധത്തെ എത്തിക്കുന്നു. ഇസ്രായേലിന്റെ ഗാസ ആക്രമണത്തിന് പ്രതികാരമായാണ് ലെബനനിലെ ഹിസ്ബുള്ളയും യമനിലെ ഹൂതികളും ഇസ്രയേലിനും അമേരിക്കയ്ക്കുമെതിരെ ആക്രമണം നടത്തുന്നത്. ഹിസ്ബുള്ള അല്പം ശക്തി ക്ഷയിച്ച അവസ്ഥയിലാണ്. എന്നാൽ ഹൂതികൾ ഇസ്രയേലിന് വലിയ തലവേദനയാണ് സൃഷ്ടിച്ചത്. വെടിനിർത്തലോടെ ഹൂതികൾ താൽക്കാലികമായി വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇസ്രയേൽ വീണ്ടും ഗാസയിൽ ആക്രമണം നടത്തുമെന്ന സൂചന പുറത്തുവന്നതോടെ വീണ്ടും ഹൂതികൾ ആയുധമെടുത്തിരിക്കുന്നു. ട്രംപിന്റെ ഗാസ ഒഴിപ്പിക്കൽ പ്രഖ്യാപനത്തിന് പിന്നാലെ ഹൂതികൾ US നേരെയാണ് ആക്രമണം നടത്തിയിരിക്കുന്നത്. ഹൂതി മിസൈലുകൾ US ലക്ഷ്യമിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇറാന്റെ പിന്തുണയുള്ള ഹൂതികൾ സേഫിസ് ടു എയർ മിസൈലുകളാണ് US F-16 ജെറ്റിന് നേരെ തൊടുത്തുവിട്ടത്. അമേരിക്കയുടെ കില്ലർ ഡ്രോണായ MQ-9 ലക്ഷ്യമിട്ടും ഹൂതികൾ ആക്രമണം നടത്തി. അതിനിടെ വെടിനിർത്തൽ കരാർ പ്രകാരം ഹമാസ് കഴിഞ്ഞ ദിവസം ഇസ്രയേൽ ബന്ദികളെ മോചിപ്പിച്ചിരുന്നു. ഗസയിലെ നുസൈറത്ത് നഗരത്തിൽ വെച്ചാണ് ഹമാസ് ബന്ദികളെ റെഡ് ക്രോസിന് കൈമാറിയത്. ഇസ്രായേൽ ബന്ദികളെ മോചിപ്പിച്ചതിന് പകരം ഇസ്രായേൽ പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കണം. 600ഓളം തടവുകാരെയാണ് മോചിപ്പിക്കേണ്ടത്. എന്നാൽ ഇസ്രായേൽ ബന്ദിമോചനം നീട്ടുകയാണെന്ന റിപ്പോർട്ട് പുറത്തുവന്നു. ഇതിനെതിരെ ഹമാസിന്റെ പ്രതികരണവും എത്തി. കരാറിന്റെ ലംഘനമെന്നാണ് ഹമാസ് വക്താവ് പ്രതികരിച്ചത്. തടവുകാരെ മോചിപ്പിക്കാൻ ഇസ്രയേൽ കാലതാമസം വരുത്തുന്നത് ഗുരുതരമായ കരാർ ലംഘനമാണെന്ന് ഹമാസ് വക്താവ് ആരോപിച്ചു. കരാർ വ്യവസ്ഥകൾ പാലിക്കാൻ ഇസ്രയേലിനുമേൽ സമ്മർദ്ദം ചെലുത്തണമെന്ന് ഹമാസ് മധ്യസ്ഥ രാജ്യങ്ങളോട് ആവശ്യപ്പെട്ടു. തടവുകാരുടെ മോചനം വൈകുകയാണെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിന്റെ ഓഫീസ് സ്ഥിരീകരിച്ചതിന് പിന്നാലെയാണ് പ്രതികരണവുമായി ഹമാസ് എത്തിയത്. കരാർ പ്രകാരം ഫെബ്രുവരി 22-നായിരുന്നു 600ഓളം പലസ്തീൻ തടവുകാരെ ഇസ്രയേൽ മോചിപ്പിക്കേണ്ടത്. ഹമാസ് തുടർച്ചയായി വെടിനിർത്തൽ കരാർ ലംഘിക്കുകയാണ്. അതുകൊണ്ടാണ് തടവുകാരുടെ മോചനം വൈകുന്നതെന്നാണ് ഇസ്രയേലിന്റെ വിശദീകരണം.